വെൽക്കം ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് സങ്കടത്തോടു കൂടിയാണ്. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ഓപ്ഷൻ ട്രേഡിങ്ങിനെ നിയന്ത്രിക്കാൻ വേണ്ടി സെബി പുതിയൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അത് കുറച്ച് ട്രേഡേഴ്സിന് പണി തരുന്ന മാരത്തുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പം ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സെബിയുടെ ലാസ്റ്റ് കഴിഞ്ഞ മീറ്റിംഗിൽ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അപ്പൊ തൽക്കാലം ട്രേഡേഴ്സ് എല്ലാം സന്തോഷിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് 24 മണിക്കൂർ കഴിഞ്ഞേക്കാൻ മുമ്പ് തന്നെ സെബി പണി തന്നു. അപ്പോൾ ഈ ഒരു സർക്കുലറിൽ മെയിൻ ആയിട്ട് 6 കാര്യങ്ങളാണ് പറയണേ. അതിലൊരു 4 കാര്യങ്ങളാണ് ട്രേഡേഴ്സിനെ അഫക്റ്റ് ചെയ്യാൻ പോണേ. അതിൽ ആദ്യത്തേന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീക്കിലി എല്ലാ ദിവസമുള്ള എക്സ്പയറി നിർത്തി. അതിന് പകരം ഒരു വീക്കില് ഒരു എക്സ്ചേഞ്ചിന് ഒരു എക്സ്പയറി മാത്രം കൊടുക്കും. അത് ഏത് വീക്കിൽ ഏതാ വേണ്ടതെന്ന്, ഏത് ഇൻഡെക്സ് ആണ് എക്സ്പയറി വേണ്ടതെന്നുള്ളത് എക്സ്ചേഞ്ചുകൾക്ക് തീരുമാനിക്കാം. അപ്പോൾ സത്യത്തിൽ വീക്കിലി എക്സ്പയറി അവസാനിച്ച മാതിരിയാണ്. മന്ത്ലി എക്സ്പയറീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മാസം 4 ആഴ്ചയാണുള്ളത്. ഇപ്പൊ NSE എടുക്കുകയാണെങ്കിൽ തന്നെ ഒരാഴ്ചയില് നിഫ്റ്റി, അടുത്ത ആഴ്ച ബാങ്ക് നിഫ്റ്റി, പിന്നെ ഫിൻ നിഫ്റ്റി, പിന്നെ മിഡ് ക്യാപ്പ്, അങ്ങനെ ആവുള്ളൂ. ഓരോ ആഴ്ചയിൽ ഓരോന്ന് വെച്ചിട്ട് തന്നെ ആവുള്ളൂ. അപ്പോൾ മന്ത്ലി എക്സ്പയറി മാത്രമാണ് ഇനി ഉണ്ടാവുക. അപ്പൊ ഇനി എല്ലാ ദിവസവും ഈ പറഞ്ഞ എക്സ്പയറി ചെയ്ത് ട്രേഡ് ചെയ്യണ കുറച്ച് ആൾക്കാർ നമുക്കറിയാം പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. അവർക്കൊക്കെ ഇതൊരു വലിയൊരു സാഡ് ന്യൂസ് തന്നെയാണ്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷന്റെ ഒരു ക്വാണ്ടിറ്റി സൈസ് കൂട്ടാൻ പോവാണ്. ഒരു ലോട്ടിലുള്ള ക്വാണ്ടിറ്റി സൈസ് കൂട്ടാൻ പോവാണ്. അപ്പോൾ ഒരു ലോട്ട് സൈസിന്റെ വാല്യൂ ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു ലോട്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5.5 lakhs ആണ്. എന്ന് വെച്ചാൽ 25 ക്വാണ്ടിറ്റി ഉള്ള ഒരു ലോട്ടിന് ഓപ്ഷൻ കോൺട്രാക്ട് വാല്യൂ 5 ലക്ഷത്തിന്റെ അടുത്താണ്. അത് 5-ന്ന് 15 ലക്ഷത്തേക്ക് ആദ്യം കൊണ്ടുവന്നാണ് സെബി പറഞ്ഞേക്കണേ. അത് പിന്നെ 20 lakhs, അത് പിന്നെ അതിന്റെ മുകളിൽ പോകുന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോ ഈ 5-ന്ന് 15 ലക്ഷം കോൺട്രാക്ട് വാല്യൂ ആക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ലോട്ടില് 75 ക്വാണ്ടിറ്റി വരും. എന്ന് വെച്ചാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് 75 ആയിരുന്നു നിഫ്റ്റി കോൺട്രാക്ട്. ഞാനൊക്കെ വരുന്ന ടൈമിൽ 75 ആയിരുന്നു. ആ ഒരു പഴയ ലെവലിലേക്ക് തിരിച്ചു പോകുന്നുള്ളതാണ് സെബി പറഞ്ഞേക്കണേ. അപ്പോൾ അത് നമുക്ക് ചെറിയ ക്യാപിറ്റലുള്ള ആൾക്കാർക്ക് അപ്പോൾ ട്രേഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും ലോട്ട് സൈസ് കൂടുമ്പോൾ. അപ്പോൾ അതേമാതിരി തന്നെ മാർജിൻ മണി ഒരു ലോട്ടിന് വലിയ രീതിയിൽ കൂട്ടാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ എക്സ്ട്രീം ലോസ് മാർജിൻ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ഓപ്ഷൻ സെൽ ചെയ്യുന്ന ആൾക്കാർ എന്ന് മേടിക്കുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ആ ഒരു മാർജിൻ കൂട്ടാൻ പോവാണ്. ഏകദേശം എക്സ്പയറി ഡേയിൽ 2% അധികം മേടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതല്ലാണ്ട് നോർമലി ഉള്ള മാർജിനും എന്തായാലും കൂടും. ഓപ്ഷൻ കോൺട്രാക്റ്റിന്റെ വാല്യൂ കൂടുമ്പോൾ ഈ പറഞ്ഞ മാതിരി മാർജിനും കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ക്യാപിറ്റലുള്ള ഓപ്ഷൻ ട്രേഡേഴ്സിന് ബുദ്ധിമുട്ടാവും. പ്രത്യേകിച്ച് ഓപ്ഷൻ സെൽ ചെയ്യുന്ന ആൾക്കാർക്ക് നിർത്തി പോകേണ്ട അവസ്ഥയ്ക്ക് വരും. പിന്നെ നാലാമത്തെ പോയിന്റ് തന്നെ ഓപ്ഷൻ ബയേഴ്സിനാണ് ഒരു പണി വരാൻ പോണത്. എന്ന് വെച്ചാൽ അവരുടെ ഇൻട്രാഡേയില് അപ്ഫ്രണ്ട് ആയിട്ട് പൈസ മേടിച്ചു വെക്കും. പ്രീമിയം, ഓപ്ഷന്റെ പ്രീമിയം മേടിച്ചു വെക്കും എന്നുള്ളതാണ്. അത് 2025 ഫെബ്രുവരി 1 മുതൽ നടപ്പാക്കുന്നതാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഓപ്ഷൻ ട്രേഡേഴ്സിനെ അഫക്റ്റ് ചെയ്യണ കാര്യങ്ങൾ. ഇനി അതല്ലാതെ ഒരെണ്ണം കലണ്ടർ സ്പ്രെഡില് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം പറഞ്ഞാൽ നമ്മളെ ഇൻട്രാഡേ പൊസിഷൻ ലിമിറ്റ്, അത് ചെക്ക് ചെയ്യണതിലും ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡെയിലി 4 തവണയെങ്കിലും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങൾ അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങളാണ് ഓപ്ഷൻ ട്രേഡേഴ്സിനെ അഫക്റ്റ് ചെയ്യാൻ പോണത്. അപ്പോ ഇതിലിപ്പോ എന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി നമ്മള് നിഫ്റ്റിയിലായിരുന്നു എല്ലാ ആഴ്ചയും ട്രേഡ് ചെയ്തിരുന്നത്. അതിനിപ്പോ നടക്കില്ല. നമ്മള് ഈ പറഞ്ഞ മാതിരി എല്ലാ ഇൻഡെക്സും നോക്കി ട്രേഡ് ചെയ്യേണ്ടി വരും. അതിപ്പോ ഏതൊക്കെ ഇൻഡെക്സ് ഏതൊക്കെ ആഴ്ചയാണ് വരുന്നതെന്നുള്ളത് ഇനി ഈ വഴിയെ വരും. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ എല്ലാ ഇൻഡെക്സും പോയി ട്രേഡ് ചെയ്യേണ്ടി വരും. അപ്പൊ കുറച്ച് റിസ്ക് ഉണ്ട്. പല ഇൻഡെക്സ് എങ്ങനെയാണ് മൂവ് ചെയ്യണമെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ ഇനി നോക്കി പഠിച്ചെടുത്ത് വരണം. പക്ഷെ അവിടെയും വേറൊരു പ്രശ്നമുള്ളത് ഈ ലോട്ട് സൈസിൽ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ സെൻസെക്സിന്റെ ഒക്കെ ഇപ്പൊ 15 ലക്ഷത്തേക്ക് എത്തിക്കാന്ന് പറഞ്ഞാൽ ഒരു ലോട്ടിൽ തന്നെ ആകെ 20 ക്വാണ്ടിറ്റിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വലിയ പ്രോഫിറ്റബിൾ ആവാൻ ചാൻസ് ഇല്ല അങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ. പിന്നെ ഈ മാർജിൻ മണി കൂടി വരുമ്പോൾ എത്രയ്ക്കാവും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ അങ്ങനത്തെ കുറെ റിസ്ക് എലമെന്റ്സ് അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. അതേമാതിരി വേറൊരു കാര്യം, ഇന്നിപ്പോ ഞാൻ പൊസിഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്ത ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. 24,800 പുട്ട് ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യണ വരെയും ഈ പറഞ്ഞ 5 മിനിറ്റ് മുമ്പ് വരെ മാർക്കറ്റ് നോക്കാണ്ടിരിക്കുകയായിരുന്നു. അതവിടെ പ്രോഫിറ്റിലാവും നമുക്കറിയാം. ക്ലോസ് ചെയ്യാൻ 5 മിനിറ്റ് ഉള്ളപ്പോൾ മുമ്പ് ഞാൻ മാർക്കറ്റ് നോക്കി. എന്തായാലും പൊസിഷൻ ലാഭത്തിലാണ്. അതിന് എക്സിറ്റ് ചെയ്തിട്ട് 25,300 പൊസിഷൻ സെല് ചെയ്തിട്ടു. അപ്പോൾ അത് കുറച്ച് റിസ്കി പൊസിഷൻ ആയിട്ടുണ്ട്. കാരണം നമ്മള് എക്സ്പയറി മുൻകൂട്ടി 400 പോയിന്റ് അകലെ എന്നുള്ളൊരു കണക്കിലിട്ടതാണ്. 500 പോയിന്റ് അകലെ എന്നുള്ള ഒരു കണക്കിലിട്ടാണ്. പക്ഷെ
ഈ പറഞ്ഞ മാതിരി ഇന്നത്തെ ഒരു ന്യൂസ് വന്നതോടുകൂടി ഇനിയിപ്പോൾ വ്യാഴാഴ്ച മാർക്കറ്റ് തുറക്കുമ്പോൾ നല്ല ഡൗൺ പോകാൻ ചാൻസ് ഉണ്ട്. ഡൗൺ പോവുകയാണെങ്കിൽ അവിടെ നല്ല ലോസും വരും ആ ഒരു പൊസിഷനിൽ. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് അപ്പം നോക്കാം. ഇനിയിപ്പോൾ ഇവിടെ വരാൻ പോണ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചെറിയ ക്യാപിറ്റലുള്ള ആൾക്കാരൊക്കെ ഓപ്ഷൻ ട്രേഡിങ് നിർത്തിപ്പോയാൽ പല ആൾക്കാരും പറയുന്നത് അവർ ഓപ്ഷൻ ട്രേഡിങ് നിർത്തി സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിടക്കും അതെന്നൊക്കെയാണ്. അതൊന്നും നടക്കാൻ പോണ കേസല്ല. പല ആൾക്കാരും ഈ പറഞ്ഞ ട്രേഡിങ് സ്പെക്യുലേറ്റീവ് ആയിട്ട് ചെയ്യണവർ തന്നെയാണ്. അവർ ഇവിടെ പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ അവർ ക്രിപ്റ്റോയിലും അതേമാതിരി FNOക്കൊക്കെ പോകും. അപ്പോൾ അത് കുറച്ച് കാലം മുമ്പ് തന്നെ നമ്മുടെ നിതിങ്കാമത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെ ഓപ്ഷൻസ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന ക്രിപ്റ്റോയിൽ പല ആൾക്കാരും പോയിട്ട് സ്കാമിനടക്കം ഇത് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിപ്പോ ഈ പറഞ്ഞാൽ ഗവൺമെന്റിനും ആർക്കും ഉപകാരം ഇല്ലാണ്ട് പൈസ വേറെ വല്ല രാജ്യത്തേക്കും പോണ അവസ്ഥയും. ഇവിടെയാണെങ്കിൽ ട്രേഡിങ്ങിൽ പൈസ പോയാൽ പോലും ഗവൺമെന്റിനെങ്കിലും ടാക്സ് മാറി കുറച്ചൊക്കെ കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് ഉണ്ടാവാൻ പോണേ. സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ കളയാണ്ടുള്ള ആൾക്കാര് പുറത്തു പോയിട്ട് വല്ല ഫോറക്സിലോ അല്ലെങ്കിൽ മറ്റേ ക്രിപ്റ്റോന്റെ ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്ത് പൈസ കളയാനുള്ളതാണ് പോണേ. അപ്പൊ നിങ്ങൾ കണ്ടോ, ഇനി കുറച്ച് കാലത്തേക്ക് ക്രിപ്റ്റോന്റെ ആപ്പുകളും ഫോറക്സ് ആപ്പുകളൊക്കെ വീണ്ടും പൊന്തി വരുന്ന കാണാം. അപ്പോ എൻ്റെ ഒരു ഇതില് ഇതാണ് ഇപ്പൊ ഇനി ഉണ്ടാവാൻ പോണേ, ഇനി വേറെ ഒന്നല്ല. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്താ ഉണ്ടാവാൻ പോണേന്നുള്ളത്. ട്രേഡിങ് അവസാനിപ്പിക്കണോ അതോ ഇനി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് വലിയ രീതിയിൽ പ്രോഫിറ്റ് ഒന്നും കിട്ടാണ്ട് പോയിട്ട് കാര്യമില്ല. അപ്പോ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിലോ ആരെങ്കിലും ട്രേഡിങ് ഓപ്ഷൻ ട്രേഡിങ് അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി അയച്ചു കൊടുക്കുക. അവർക്ക് ചിലപ്പോൾ എന്താണെന്ന് മനസ്സിലാവാത്തവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും കാര്യങ്ങൾ. അതേമാതിരി തന്നെ കൂടുതൽ നമ്മുടെ ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു കാര്യം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോന്ന് അറിയില്ല, എന്തായാലും നോക്കാം. നമുക്ക് ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ട്രേഡിംഗ് ഇപ്പോൾ നിർത്തണോ വേണ്ടെന്നുള്ളതൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കാം. അപ്പൊ എന്തായാലും എല്ലാവരും ഗാന്ധി ജയന്തിയൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കുക. അപ്പോൾ ഓക്കെ.